ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 16-ാം വചനം ഇപ്രകാരം പറയുകയാണ്: മനുഷ്യരുടെ മുമ്പിൽ ഒരുവൻ പരിപൂർണ ആണെങ്കിലും അങ്ങിൽ നിന്ന് വരുന്ന ജ്ഞാനമില്ലെങ്കിൽ അവൻ ഒന്നുമല്ല. ദൈവത്തിന്റെ വലിയ സന്നിധാനത്തിന്റെ മുൻപിൽ ഈ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ ഈ വചനം 9-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു അധികം പേര് ഈ വചനം വായിക്കുന്നവരാണ്. ദൈവിക ജ്ഞാനം കൊണ്ട് നിറയപ്പെടുന്ന ഒരു ജീവിതം നമുക്കുണ്ടാകണം. പലപ്പോഴും മനുഷ്യരുടെ ജ്ഞാനം ദൈവിക ജ്ഞാനമാണെന്ന് കരുതുന്ന ഒരു പാളിച്ച നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിക്കാറുണ്ട്. മാനുഷിക ജ്ഞാനത്തിനപ്പുറത്ത് ദൈവികമായ ജ്ഞാനം നമുക്ക് ലഭിക്കണം. പരിശുദ്ധ അമ്മ ജ്ഞാനം നിറഞ്ഞവളായിരുന്നു. വിശുദ്ധരെല്ലാവരും ദൈവിക ജ്ഞാനത്താൽ നിറയാൻ ശ്രമിക്കുകയും പരിശ്രമിക്കുകയും സ്വർഗ കവാടം സ്വന്തമാക്കുകയും ചെയ്തവരാണ്. മാനുഷിക ജ്ഞാനത്തിന്റെ മുൻപിൽ സ്വർഗത്തിന്റെ പദ്ധതികളോ ദൈവഹിതത്തിന്റെ പൂർത്തീകരണങ്ങളോ എല്ലാം വ്യർത്ഥമാണ്. ഞാൻ ഇന്ന് ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതം നമ്മുടെ അധികാരികളിലൂടെ നമുക്ക് മുകളിലുള്ളവരോട് കടന്നു വരാറുണ്ട്. അതിനെ ഉൾക്കൊണ്ട് ഒരു വ്യക്തി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു വ്യക്തി വന്നിട്ട് പറയുകയാണ്, ഇത് എല്ലാം അസംബന്ധങ്ങളാണ്, ശുദ്ധ അസംബന്ധമാണ്, ഇതിലൊന്നും വലിയ സ്ഥാനമൊന്നുമില്ല, നീ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവിക ജ്ഞാനത്തിന് നമുക്ക് നമ്മളെ തന്നെ ഫലമേൽപ്പിക്കാം. ദൈവിക ജ്ഞാനത്തിന്റെ നിറവിൽ നമുക്കായിരിക്കാൻ പരിശ്രമിക്കാം. ആ ഒരു ദൈവിക ജ്ഞാനം കണ്ടെത്തി യാത്ര ചെയ്യുമ്പോഴാണ് ദൈവ പദ്ധതിയുടെ പൂർത്തീകരണങ്ങളായ പാത്രങ്ങളായി നമുക്ക് മാറാനായിട്ട് പറ്റുക. അതിന് എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ.